ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിതാ ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ ഹെയർ ബാൻഡാണ്. അപ്പോൾ നമുക്കിതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഫോം ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊന്ന് കിറ്റിൽ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഒരു ഫോം ഫ്ലവറാണ്. പിന്നെ രണ്ട് കളർ, ഒരു ഗ്രീനും വൈറ്റും ഹാഫ് ബീഡ് എടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഫെൽറ്റ് ഷീറ്റാണ്. ഞാൻ ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വൈറ്റ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഒരു ഗ്രീൻ കളർ സ്റ്റോൺ ചെയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി ഹെയർ ബാൻഡ് ഉണ്ടാക്കാം. പിന്നെ ഇതുപോലത്തെ മെറ്റൽ ബോയും എടുത്തിട്ടുണ്ട്. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഹെയർ ബാൻഡ് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാറ്റേൺ വരച്ചെടുക്കണം. അപ്പോൾ ഫെൽറ്റ് ഷീറ്റിൽ ഇതുപോലെ ഒരു പാറ്റേൺ വരച്ചെടുക്കാം. ഇനിയിപ്പോൾ വരച്ചെടുക്കാതെ ചെയ്യണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഷേപ്പ് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരുന്നതാണ്. ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് സൈഡും ഒരേ ഒരു ലെവലിൽ വരണം. അപ്പോൾ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ ആദ്യം സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിലാണ് കേട്ടോ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതുപോലെ ഒന്ന് നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് B7000 ഗ്ലൂ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി കറക്റ്റ് ആ ഒരു ഷേപ്പിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റോൺ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ആ സ്റ്റോൺ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചാലും മതി, അതിൻ്റെ അളവ് നോക്കിയിട്ട്. അല്ലെങ്കിൽ നമ്മളിതുപോലെ ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റിയാലും മതി. നിങ്ങൾക്ക് എങ്ങനെയാണോ സൗകര്യം എന്ന് വിചാരിച്ച് നമുക്ക് അതുപോലെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു ഉറുമ്പ് ഹെയർ ആക്സസറീസ് പഠിക്കാനാണെന്ന് തോന്നുന്നു എൻ്റെ ഫെൽറ്റ് ഷീറ്റ് മുമ്പോട്ട് ഇങ്ങനെ ഓടിയിട്ട് എടുക്കുന്നുണ്ട്. ഞാനത് എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത്. നമ്മൾ ചെയ്യുന്ന ടൈമിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഷേപ്പ് കറക്റ്റ് ചെയ്ത് പോവുക. കാരണം ഫെൽറ്റ് ഷീറ്റുമൊക്കെ സ്റ്റോൺ ഒട്ടി കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഷേപ്പൊക്കെ കറക്റ്റാക്കി നമ്മൾ റെഡിയാക്കുക. അതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റുക. അതിന് ഒട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാണ് ആ ഷേപ്പിലൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത് ഹാഫ് ബീഡാണ്. അപ്പോൾ രണ്ട് കളർ ഹാഫ് ബീഡ്, വൈറ്റും അതുപോലെ തന്നെ ഗ്രീനുമാണ് എടുത്തിരിക്കുന്നത്. ഗ്രീൻ എക്സാക്റ്റ് നമുക്ക് ഫ്ലവറിൻ്റെ ഗ്രീൻ കിട്ടിയില്ല കേട്ടോ. പക്ഷേ ഞാനുള്ള ഒരു ഗ്രീൻ വെച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ കുഴപ്പമില്ല, ഫൈനലായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. ഹാഫ് ബീഡായ കാരണം നമുക്ക് ഒട്ടിച്ചെടുക്കാൻ എളുപ്പമായിരുന്നു. കാരണം ബീഡ്സ് ആണെങ്കിൽ അത് കറക്റ്റ് നിൽക്കില്ലല്ലോ. ഹാഫ് ബീഡ് ഒട്ടിക്കാൻ എളുപ്പമാണ്. നിങ്ങൾ ഹാഫ് ബീഡ് തന്നെ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ബീഡ്സ് ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് നൂലുമ്മേ കോർത്ത് തുന്നി കൊടുക്കുക. ഫെൽറ്റ് ഷീറ്റിൽ നമുക്ക് തുന്നിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ അതൊരു പെട്ടെന്ന് വിട്ടുപോകും. ഹാഫ് ബീഡ് ആകുമ്പോൾ അത് കറക്റ്റ് അവിടെ നിന്നോളും. അല്ലെങ്കിൽ ബീഡ്സ് ആണെങ്കിൽ തുന്നി കൊടുക്കുക, അതായിരിക്കും നല്ലത്. ഇപ്പോൾ ഹാഫ് ബീഡ് ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു മോഡലൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഫൈനലായിട്ട് നല്ല അടിപൊളി ലുക്കാണ്. കാരണം ഒരു പാർട്ടിക്കൊക്കെ നമുക്ക് കുട്ടികൾക്ക് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെവി ആയിട്ടുള്ളൊരു ഹെയർ ബാൻഡാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളാരും മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നില്ലേ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റിലൂടെ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ വൈറ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ചെയ്ത അതേ രീതിയിൽ തന്നെ റൈറ്റിലും ചെയ്ത് പോവുക. വൈറ്റ് ഗ്രീൻ ആ ഒരു രീതിയിൽ ഒട്ടിച്ച് കൊടുത്ത് പോവുക. അപ്പോഴാണ് അതൊരു കറക്റ്റ് ഭംഗിയായിട്ട് വരുള്ളൂ. അപ്പോൾ പല കളറിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്തൊരു കല്യാണത്തിനോ എന്തെങ്കിലുമൊക്കെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മക്കൾക്ക് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ പുറത്തൊക്കെ സെയിൽ ചെയ്താൽ നല്ലൊരു പൈസ കിട്ടുന്ന ഒരു മോഡൽ ഹെയർ ബാൻഡാണ് കേട്ടോ. അതെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളിനി ഗ്രീൻ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഈ ഗ്രീന് ഞാൻ ഒരു ലെയർ വൈറ്റും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഗ്രീനിൻ്റെ അടുത്ത്. അത് ലാസ്റ്റാണ് ചെയ്യുന്നത്. കാരണം പൂവൊന്ന് വെച്ച് നോക്കാം. നമ്മൾ ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പൂ വെച്ച് നോക്കാം. അപ്പോൾ അതിൽ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു വട്ടം കൂടി ബീഡ്സ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഞാൻ സ്റ്റോണിൻ്റെ ഓരോ പീസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് അത്രയ്ക്ക് അറിയണില്ല ഒട്ടിച്ചത്. പക്ഷേ ഞാനത് ഫൈനലിൽ കാണിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അത് ലൈറ്റിൻ്റെ ഒരു ഇതിലാണ് നിങ്ങൾക്കത് സ്റ്റോണല്ലേ, തിളക്കമുള്ളതല്ലേ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ല ഞാനിപ്പോൾ ഒട്ടിക്കുമ്പോൾ. പക്ഷേ അത് ഫൈനൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ തന്നെ, നമ്മൾ ഗ്രീനാണല്ലോ എടുത്തിരുന്നത് സ്റ്റോൺ ചെയിൻ. അപ്പോൾ അത് തന്നെ പീസാക്കിയിട്ട് ഓരോ പീസാക്കിയിട്ട് അതിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. അത് കുറച്ചും കൂടി നമ്മുടെ ഹെയർ ബാൻഡിനൊരു ഭംഗി തരും. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഈ സ്റ്റോണുകളൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ ഇതുപോലുള്ള ഹെയർ ബാൻഡിൻ്റെയും ജ്വല്ലറി മേക്കിങ്ങിൻ്റെയും കുക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിളും അതുപോലെ തന്നെ ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്കുകളായിട്ടുള്ള ഹെയർ ബാൻഡുകളും ജ്വല്ലറി മേക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് അതുപോലത്തെ മോഡലുകൾ ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ അടിയിലും ഞാൻ ചെയ്ത ഒരു മോഡൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. നമ്മൾ ചെയ്യുന്ന മോഡലുകൾ മറ്റുള്ളവർ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ അയാൻസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു
ചാനലുണ്ട്. അപ്പോൾ അവർ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആ കുട്ടി ചെയ്ത് സെയിലൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞ് കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം നമ്മുടെ വീഡിയോസ് കണ്ട് അവർക്കൊരു ചെറിയ വരുമാന മാർഗ്ഗമൊക്കെ ആയെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അതൊരു വല്ലാത്ത സന്തോഷം തന്നെയാണല്ലേ. അപ്പോൾ ചാനലിൻ്റെ പേര് അയാൻസ് വേൾഡ് എന്നാണ്. കുക്കിംഗ് വീഡിയോസാണ് അധികം അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൻ്റെ സപ്പോർട്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ചെറിയ ചെറിയ ചാനലുകൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ നമ്മളിനി ഫോം ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലൊരു കമ്പി ഉണ്ടാവും, അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ചുറ്റും ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഗ്യാപ്പിലൊക്കെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹാഫ് ബീഡ് വെച്ച് ഞാനതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് നമ്മൾ ഫോം ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഗ്ലൂ ഗണ്ണാണ് ഫോം ഫ്ലവേഴ്സ് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് നല്ലത്. B7000-നേക്കാളും നല്ലത് ഗ്ലൂ ഗണ്ണാണ്. ഇനി ഇത് ഓരോന്ന് നമ്മൾ വൈറ്റും ഗ്രീനും ഒന്നിടവിട്ടിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലും കൂടി, ആ ഫ്ലവറിൻ്റെ സൈഡിലും കൂടി ഒന്ന് ഗ്ലൂ കൊടുക്കുക. അപ്പോൾ അതവിടെ ഒട്ടി നിൽക്കും. അപ്പോഴാണ് ഒരു ഗ്യാപ്പ് ഇല്ലാണ്ട് നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമുക്കിത് ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ഓരോന്നായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആ ഒരു ഷേപ്പിൽ ഫുള്ളായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അത് ഒട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ഹെയർ ബാൻഡിൻ്റെ ഒരു ശരിക്കും ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. കണ്ടോ? അപ്പോൾ അത് വൈറ്റ് മാത്രമായിട്ട് ഗ്രീൻ മാത്രമായിട്ട് കൊടുക്കണേലും കുറച്ചും കൂടി ഭംഗി ഇങ്ങനെ മിക്സഡ് കളറായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ അത് ഫുള്ളായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ ഹെയർ ബാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ മുകളിലൊക്കെ കുറച്ചും കൂടി നമുക്ക് സ്റ്റോണൊക്കെ ഒട്ടിച്ച് ഒന്നും കൂടി ഡെക്കറേറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ മോഡലുകൾ ചെയ്താൽ നോക്കാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ഐഡിയയ്ക്കനുസരിച്ച് ചേഞ്ച് ചെയ്തൊക്കെ ചെയ്യുക. ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോൾ നമ്മുടെ ഐഡിയയ്ക്കനുസരിച്ച് മോഡലിൽ ചേഞ്ചൊക്കെ വരുത്തി നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഫ്ലവർ ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ഇടയിൽ കുട്ടികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും കേട്ടോ. അവർക്കിപ്പോൾ സ്റ്റഡി ലീവൊക്കെ ആയ കാരണം പോയിട്ടില്ല. പിന്നെ അടുത്ത വീട്ടിലെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കളിക്കുന്ന സൗണ്ടൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് തരിക. അപ്പോൾ കുട്ടികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. ഇനി ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ഫ്ലവറിൻ്റെ മുകളിൽ ഞാൻ ആ ഹാഫ് ബീഡ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. വൈറ്റിൻ്റെ മുകളിൽ ഗ്രീനും ഗ്രീനിൻ്റെ മുകളിൽ വൈറ്റുമായിട്ട് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. വെച്ചാൽ ഗ്രീനിൻ്റെ മുകളിൽ ഗ്രീൻ ആകുമ്പോൾ അത് അത്രയ്ക്ക് കാണില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തു അതൊന്നും കൂടി അത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. കുറച്ച് ഭംഗി കിട്ടാനായിട്ട് ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതാ കറക്റ്റ് നമ്മൾ സ്റ്റോൺ ഒട്ടിച്ചതിൻ്റെ സൈഡിൽ കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളൊന്ന് ലെവലാക്കി കൊടുത്താലും മതി. കറക്റ്റ് അത് ഷീറ്റൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിത് നമ്മുടെ ഹെയർ ബാൻഡിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതെ, ഈ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി അപ്പുറത്തെ സൈഡ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്ലവറുമൊന്നും കട്ടാവരുത്. ഫ്ലവറിൻ്റെ ഒരു നെറ്റ് ഒക്കെ നിൽക്കുന്നുണ്ടാവും, അതുമൊന്നും കട്ടാവരുത്. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് നീക്കി കട്ട് ചെയ്തതിന് ശേഷം അവസാനം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ അത് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഹെയർ ബാൻഡിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഹെയർ ബാൻഡിലേക്ക് ഒട്ടിക്കാനും ഞാൻ അതിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനും ഞാൻ ഗ്ലൂ എടുക്കുന്നത് ഗ്ലൂ ഗൺ തന്നെയാണ്. അതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു ഫ്ലവറൊക്കെ വെച്ചിട്ട് കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ B7000 വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കണം. അപ്പോൾ ഹെയർ ബാൻഡ് വഴിക്ക് ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ടാണ്. നിങ്ങൾക്ക് സെൻറ്ററിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്കിതിൻ്റെ അടിയിലേക്ക് ഒരു പീസ് ഫെൽറ്റ് ഷീറ്റ് കട്ട് ചെയ്ത് അതും കൂടി ഒട്ടിച്ച് കൊടുക്കണമെങ്കിലാണ് നമുക്കതൊരു കുറച്ചും കൂടി ഒരു ഉറപ്പ് തോന്നുള്ളൂ. എനിക്ക് ഇതേപോലെ ഞാൻ ഇങ്ങനത്തെ ഹെയർ ബാൻഡ് ചെയ്താൽ അതിൻ്റെ ബാക്കിലൊരു പീസ് ഞാൻ ഇതുപോലെ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കും. ഇല്ലെങ്കിൽ എനിക്കൊരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. അത് വിട്ടു പോകുമെന്നൊരു പേടി. അത് നമുക്ക് വീട്ടിലേക്ക് ചെയ്യുകയാണെങ്കിലും സെയിൽ ചെയ്യുകയാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. അതുപോലെ ഒരു പീസ് എടുക്കുക, നമുക്ക് ഇതുമൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ B7000 ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്തത്. അതുപോലെ നമുക്കിതുമൊന്ന് ഇത്തിരി ഗ്ലൂ തേച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡ് ഇനി കുറച്ചും കൂടി ഒരു വർക്കുണ്ട്. നമ്മൾ സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ആ ബാലൻസ് വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റോൺ ചെയിൻ അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഹാഫ് ബീഡ് വേണമെങ്കിൽ അതും ഒട്ടിച്ച് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഹാഫ് ബീഡ് കുറവായിരുന്നു, ആ ഒരു പാക്കറ്റിലുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ സ്റ്റോൺ ചെയിനാണ് ഒട്ടിച്ചത്. കാരണം കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ ഒട്ടിക്കാനുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്റ്റോൺ ചെയിനാണ് ഒട്ടിച്ചത്. അപ്പോൾ അതാ കണ്ടോ, ഇതുപോലെയാണ് ഒട്ടി കഴിയുമ്പോൾ നമുക്ക് കിട്ടും. നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലേ. ഇനി നമുക്കവിടെ സ്റ്റോൺ ചെയിനും രണ്ട് സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഹെയർ ബാൻഡിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഹെയർ ബാൻഡ്. അപ്പോൾ ഫൈനൽ ലുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്രയും ഭംഗിയാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനൊരു പകുതി വരെ ചെയ്യുന്നവരെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നിയിരുന്നില്ല. ഞാൻ വിചാരിച്ച ആ ഒരു ഭംഗി കിട്ടുമെന്ന്. പക്ഷേ ഫൈനലായപ്പോഴാണ് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതുപോലത്തെ കുറച്ച് ഫ്ലവേഴ്സും സ്റ്റോണും ഹാഫ് ബീഡും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പാർട്ടി വെയർ ആയിട്ടുള്ള ഹെയർ ബാൻഡുകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ആ സ്റ്റോണൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ട് സൈഡിലും സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. ഫ്ലവറൊക്കെ ഒട്ടിക്കുന്ന അത് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണിച്ച് തന്നില്ലെങ്കിൽ ബിഗിനേഴ്സിനൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് ഫൈനലിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഹെയർ ബാൻഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അതിൻ്റെ ആ ഒരു ടൈം കൂടിയത് എന്തുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി ഒരു പുതിയ ഐറ്റമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.